ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 1-4 ഗോളുകൾക്ക് ഇപ്സ്വിച്ച് ടൗണിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി. സ്വന്തം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ 1-4 ഗോളുകൾക്കാണ് സിറ്റിയുടെ വിജയം. എർലിംഗ് ഹാലണ്ട് ഹാട്രിക് നേടിയ ഒരു മത്സരം കൂടിയായിരുന്നു. പുതിയ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇത്തവണത്തെ ആദ്യത്തെ ഹാട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ എർലിംഗ് ഹാലണ്ടിന്റെയും പുതിയ സീസണിലെ ആദ്യ ഹാട്രിക് ആയിരിക്കും ഇത്. കെവിൻ ഡിബ്രോയിൻ ഒരു ഗോൾ നേടിയിരുന്നു. ഡിബ്രോയിന്റെ പ്രകടനമൊക്കെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സിറ്റിയിൽ ഈ സമയത്തും കെവിൻ ഡിബ്രോയിനൊക്കെ കാഴ്ചവെക്കുന്ന പ്രകടനം. എന്തായാലും 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ സിറ്റി നിലവിൽ 6 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 5 നിലവിൽ ഗോൾ ഡിഫറൻസ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ആഴ്സണലിനെ മറികടന്ന് സിറ്റി കിരീടം നേടിയത് 2 പോയിന്റ് വ്യത്യാസത്തിലാണ്. അതായത് ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ സിറ്റി പരമാവധി പോയിന്റ് സ്വന്തമാക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ 4 സീസണിലും സംഭവിച്ചത്. എതിരാളികൾ ദുർബലരാണെങ്കിൽ പോലും മികച്ച ഗോൾ ഡിഫറൻസിൽ അവരെ പരാജയപ്പെടുത്തുന്നു. പരമാവധി പോയിന്റ് സ്വന്തമാക്കുക, ഇതാണ് സിറ്റിക്ക് ശരിക്കും കിരീടം 4 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സിറ്റി നേടാനുള്ള ഒരു കാരണം. എന്തായാലും നിലവിൽ 2 റൗണ്ട് മത്സരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ സിറ്റി പൂർത്തിയാക്കിയപ്പോൾ 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമുണ്ട്. 5 നിലവിലെ ഗോൾ ഡിഫറൻസ്. ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ തന്നെ എർലിംഗ് ഹാലണ്ടിനെയും സിറ്റിയെയും പൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ഇത്തിഹാദ് സ്റ്റേഡിയത്തിലേക്ക് തന്നെ പോകും. എന്തായാലും നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്സ്വിച്ച് ടൗണിനെ പരാജയപ്പെടുത്തി സിറ്റി 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ പോയിന്റ് ടേബിളിൽ സിറ്റി തന്നെയാണ് 1-ാം സ്ഥാനത്ത്.